അപ്പോൾ മമ്മൂക്ക പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് വളരെയധികം ഇപ്പോഴും നിംസ് പാലിക്കുന്ന ഒരു വലിയൊരു ഉപദേശമാണ്. മമ്മൂട്ടി പറഞ്ഞു, ഒരു സംഘടനയ്ക്ക് സ്പോൺസർഷിപ്പ് മേടിക്കാം, ഒരു കുഴപ്പമില്ല. ഒരു സംഘടന ഒരു 10-15 പേര് ഒരുമിച്ച് ചേർന്നുകൊണ്ട് 100 സർജറിയോ 1000 സർജറിയോ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ സംഘടനയല്ല, നിങ്ങളുടെ ഹോസ്പിറ്റലാണ്, നിങ്ങൾ അവിടെ ചെയ്യേണ്ട ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട മധുസൂദനൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ്, അറിയപ്പെടുന്ന ഡോക്ടറാണ്. നിങ്ങൾ സ്വയം കണ്ടെത്തി രോഗികളെ സൗജന്യമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാൻ സാധിക്കണം. അപ്പോൾ ചോദിച്ചു, നമുക്ക് ഇത് 2 ലക്ഷം 3 ലക്ഷം രൂപയാവുന്ന പദ്ധതിയാണ്, കുഴപ്പമില്ല. നിങ്ങൾ 10 സർജറി ചെയ്യുമ്പോൾ 1 സർജറിക്കുള്ള പൈസ കിട്ടുമോ? അപ്പോഴാണ് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് തുടങ്ങുന്നത്. ശരിയാണ്. ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിന്റെ ഫീസ് ഡോക്ടർ മേടിക്കില്ല, ടീമിന്റെ ഫീസ് ആരും സർജറിക്ക് ചാർജ് മേടിക്കില്ല, കാർഡിയക് സർജൻ പൈസ മേടിക്കില്ല, മരുന്നും മറ്റു കാര്യങ്ങളും ഞാൻ പറയാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നിങ്ങളുടെ പോക്കറ്റിലെ പൈസ കൊണ്ട് നിങ്ങൾക്കത് ആ നഷ്ടം നിങ്ങൾക്ക് എപ്പം സഹിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അതിന് ചാരിറ്റി എന്ന പദം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 10 സർജറി ചെയ്യുമ്പോൾ 11ാമത്തെ സർജറി ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരണം. ഒരു നോൺ ഫണ്ടിങ് പ്രോജക്റ്റ്, ആര് പൈസ തന്നാലും കൈതൂപ്പിക്കൊണ്ട് പറയുക, ഞങ്ങൾക്ക് പൈസ വേണ്ട, നമ്മൾ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്യും എന്നൊരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോഴേക്കും ഫാൻസിന്റെ അവരുണ്ടായിരുന്നു. ഫാൻസുകാരത്ത് ഒരു ഉപദേശം കൊടുത്തു, ഞാനിത് മുന്നോട്ട് വരികയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഫാൻസുകാർ വെറുതെ സിനിമ കണ്ട് നടക്കുക മാത്രമാവരുത്, സമൂഹമായിട്ട് ബന്ധമുണ്ടാക്കണം, സമൂഹത്തിൽ ഏറ്റവും നിർദ്ധരരെ കണ്ടെത്തണം, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കണം, അങ്ങനെയൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം വരച്ചുകൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുന്നു, വരയ്ക്കുന്നു, മുഖത്തോട് മുഖം സംസാരിക്കുന്നില്ല. അപ്പം ഇതെല്ലാം വരച്ചിട്ട് അദ്ദേഹം തന്നെയാണ് ആ സ്കെച്ച് കൊണ്ടിട്ട് ഹാർട്ട് ടു ഹാർട്ട് എന്ന ആ ലോഗോ ഡിസൈൻ ചെയ്ത് നമ്മുടെ അടുത്ത് മുന്നോട്ട് തന്നത്. ഒരു പ്രതീക്ഷയുമില്ലാതെ പോയ, അല്ലെങ്കിൽ വളരെയധികം സ്വപ്നത്തോടുകൂടി നമ്മൾ പോയി, ആദ്യത്തെ സംസാരത്തിൽ എല്ലാം നശിച്ചു പോയി, ഒന്നും തിരികെ പോട്ടോ എന്ന് ചിന്തിച്ച് നമ്മുടെ അടുത്ത് അദ്ദേഹം തന്നൊരു ഉപദേശം, ആ ഒരു ഹാർട്ട് ടു ഹാർട്ട് പദ്ധതിയുടെ ആരംഭവും അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകുന്ന, അല്ലെങ്കിൽ ആ ഒരു ആദ്യ സൗജന്യ ശസ്ത്രക്രിയ എന്ന പദ്ധതിക്ക് അന്ന് രൂപം കൊണ്ടു. 100 ശസ്ത്രക്രിയയാണ് അന്ന് പ്ലാൻ ചെയ്തത്. ദൈവം സഹായിച്ച് എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ഫസ്റ്റ് ഫ്രീ ഹാർട്ട് സർജറി പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത കുട്ടി തന്നെ ടോഫ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് സർജറിയാണ്. എനിക്ക് വശമില്ല, ഡോക്ടർ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഒരു കോംപ്ലക്സ് സർജറിയാണ് നമ്മൾ ഹാർട്ട് ടു ഹാർട്ട് ശസ്ത്രക്രിയയിൽ നിന്ന് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 100 സർജറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും 34-38 പേര് വെയിറ്റിംഗ് ലിസ്റ്റാണ്. ഇതൊക്കെ നമ്മൾ ആദ്യം ഒരു 10-25 സർജറി 10-1 നോക്കിയില്ല, അങ്ങ് ചെയ്യുക ആരംഭിച്ചൊരു പദ്ധതിയാണ്. അങ്ങനെ ആ പ്രോജക്റ്റ് ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 375 സർജറികൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ സർജറികൾ പൂർത്തീകരിച്ചതിൽ മുഴുവൻ ബ്ലഡും ദാനം ചെയ്തിട്ടുള്ളത്, ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി ഫാൻസിലെ പ്രവർത്തകരാണ് എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ പറയുകയാണ്. ഒരു വ്യക്തിത്വം, ഒരു സെലിബ്രിറ്റികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു രാജ്യമാണല്ലോ. അപ്പോൾ ആ സെലിബ്രിറ്റി അവരുടേതായിട്ടുള്ള ഫാൻസ് പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ആർക്കും ഒരാളുടെ ഫാൻ ആകാമല്ലോ. പക്ഷെ അങ്ങനെ സമീപിക്കുന്നവരെ ഏത് രീതിയിലാണ് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്തായിരിക്കണമെന്ന് പ്രവർത്തിപ്പിക്കുവാനും അങ്ങനെ ജീവിക്കുവാനും പഠിപ്പിക്കുന്ന വ്യക്തിത്വമാണ് പത്മശ്രീ ഭരത് മമ്മൂട്ടി അവരുകൾ. തിരുവനന്തപുരത്ത് തന്നെ നിസാം ഇരിപ്പുണ്ട്, അശോകനുണ്ട്. ഇവർ വർഷങ്ങളോളം ഈ പറയുന്ന മെഡിക്കൽ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പും തുടർ ചികിത്സാ പദ്ധതിയുമായിട്ട്, പ്രത്യേകിച്ച് നിസാമിന്റെ സ്ഥലം ഒരു കോസ്റ്റൽ ഭാഗത്താണ്, അവിടെയുള്ള എത്രയോ പേർക്ക് ഈ പറയുന്ന സൗജന്യ ശസ്ത്രക്രിയയും. വേറൊരു കാര്യവുമുണ്ട്, ഇതിനകത്ത് ഒരു 40% കൊച്ചുകുട്ടികളാണ് ഇപ്പം ASD പോലെയുള്ള VSD പോലെയുള്ള ശസ്ത്രക്രിയകൾ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവർ തിരികെ വരുമ്പോൾ നമുക്ക് വെറുതെ ഒരു നടൻ വന്ന് എന്റെ പേരിൽ 100 ശസ്ത്രക്രിയ ചെയ്യൂ എന്നല്ല, ഓരോന്നും ഞാൻ അയച്ചു കൊടുക്കണം ഫോട്ടോ. ഓരോ കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴും വിച്ച് ക്ലാസ്സും ചോദിക്കും. ഇപ്പൊ 9th സ്റ്റാൻഡേർഡ് ആയിരിക്കും, 10th ആയിരിക്കും, +2 കഴിയുമ്പോൾ ആ കുട്ടിക്ക് പഠനവും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ മഹത്തരമാക്കുന്നത്. അതിനകത്ത് 11ഓളം വിദ്യാർത്ഥികളെ ഞങ്ങളുടെ സർവകലാശാലയിൽ തന്നെ പഠിപ്പിച്ചു. എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളും പഠിപ്പിക്കുവാനും, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എല്ലാം പഠിപ്പിക്കുവാനും. ഇന്ന് രാവിലെ നമ്മുടെ കിഷോർ, നമ്മുടെ ഹാർട്ട് ഫൗണ്ടേഷന്റെ കോർഡിനേറ്റർ,
ആ വിദ്യാർത്ഥികളെ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സിനെ വിളിച്ചു. രണ്ടുപേരും ട്വിൻസാണ്. രണ്ടുപേരും കൺജനറൽ ഹാർട്ട് ഡിസീസിന്റെ ഉള്ളവരായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞു, നമ്മുടെ സർവകലാശാലയിൽ പഠിച്ചു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അവരോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു.